വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, 2 വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? ഓക്കെ. എന്നാലും എന്റെ പൊന്നു മോള് എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനെ എൻ്റെ അപ്പൻ ഇതുവരെ കണ്ണു തുറന്നു കാണില്ല. തൻ്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എൻ്റെ ബാഗ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ, എന്തിനാ സഹായിക്കാൻ നിന്ന്? ഇതിനകത്ത് അത് തുറക്കരുത്. നോക്കട്ടെ. ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട. എനിക്ക് മഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മോഷ്ടിച്ചു. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും നിർത്തണോ? ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിശക്കുമ്പോ തന്നെ വായിൽ എന്തെങ്കിലും ഇട്ട് തരണ്ടേ? ഓ, അതിൽ നിന്നൊരു 2 പവന്റെ മാലയും തൊട്ട് നിൽക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇതേ എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളെ പോലും കാണാനില്ല. ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താനങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സകലതിനും കാരണമായ ആദി കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞോണ്ട് 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ഇതേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ഇതുവഴി നടന്നു വരണോ? ഓ, വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷോ? ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകന്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന് നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കണ്ട. കൊള്ളാം, നല്ല തടി. ഇതെങ്ങനെ തുറക്കും? കാശ് കൊടുത്തു, തീയും കിട്ടി. Mama really loved this place. ഒരുപാട് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ she went out of her way to make it hers. Yeah, she bought this too. അങ്ങനെ ഒരുപാടൊന്നും വരില്ലായിരുന്നു, but she used to like to come and sit here. എന്താണ് പ്ലാൻ? കൊലപാതകം? I just want to cook for you. Supper? ക്യാബിൻ ഞാൻ കാണുന്നത് ഒരു മാഗസീൻ ആർട്ടിക്കിളിലാണ്. യുവാൻ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റർ, അയാളുടെ കൂട്ടുകാരി മെലീന, അവർ
ഒരു ആർട്ടിസ്റ്റായിരുന്നു. രണ്ടുപേരുടെയും ഫേവറേറ്റ് എൻഡിങ് സ്പോട്ടായിരുന്നു ഈ സ്ഥലം. യുവാൻ്റെ ഒരു പെയിൻറ്റിങ് സെഷൻ്റെ ഇടയിൽ ലേക്കിൻ്റെ മഞ്ഞിനുള്ളിലേക്ക് പോയ മെലീന പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങളോളം അയാൾ പരതി. അവരുടെ മരണം ഇപ്പോഴും അയാൾ വിശ്വസിച്ചിട്ടില്ല. അയാളുടെ സ്വന്തം കൈകൊണ്ട് മെലീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനാണിത്. ഒരു നാൾ അവർ തിരിച്ചു വന്നാൽ അവരോടൊപ്പം താമസിക്കാം. കൊള്ളാം, നല്ല കഥ. മാഗസീനിൽ അച്ചടിച്ച് വരാൻ പറ്റിയ ഐറ്റമാ. ഇത് കഥയല്ല ജയ, പോർച്ചുഗീസ് ആർട്ട് സർക്കിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ ബാക്ക്ഗ്രൗണ്ടാണിത്. ഈ ലേക്കും ഈ ആകാശവും ഈ ക്യാബിനും ഒക്കെ. സായിപ്പെന്ന് പറയുന്ന വർഗത്തെ അറിഞ്ഞൂടാത്തോണ്ടാ. സംഗതി ഒരു കരിങ്കലാണെങ്കിലും വിറ്റുപോകാൻ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നന്നായിട്ട് മസാലയും ചേർക്കും. ഇവന്മാരുടെ ഭക്ഷണത്തിനെ ഉപ്പും മുളകും ഇല്ലാത്തേ ഉള്ളൂ. എന്നാ ഇനി ഞാൻ കഥയല്ലാത്തൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ നിന്നോടല്ല, ഈ കാണുന്നതിനോട്. വൈനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പറയാമേ? അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിച്ചു തുടങ്ങായിരുന്നു. സംഗതി സ്വീറ്റാ. ഈ ബോട്ടിൽ വൈൻ മമ്മ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാ. 1971 അലന്തേഷോ, ഫ്രം യുവർ ബർത്ത് ഇയർ. താരക്കറിയാമായിരുന്നു ഒരിക്കൽ ഞാൻ തിരിച്ചു വരുമെന്ന്? അല്ല, താരയ്ക്കറിയാമായിരുന്നു നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. ഹീറോ സൈക്കിൾ. കൊച്ചു എളുപ്പം കാലത്ത് കൊച്ചു സൈക്കിളും ചവിട്ടി എങ്ങോട്ടാ? പാല് വാങ്ങിക്കാനാണോ? കൊച്ചു വെളുപ്പങ്കാലൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂർ 5 ഇതേ തനിക്കൊരു സൈക്കിൾ ഉണ്ടെന്നുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണ്ടേ? ഹലോ. പാസ്പോർട്ട് ഈപ്പൻ സാറിൻ്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നലെ രാത്രി കത്തിയ തീയിൽ വിറകൾക്കിടയിൽ ഇത് വന്ന് പെട്ടതിൻ്റെ. രാജ്യം കടന്നു പോകുമ്പോൾ അത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിച്ച് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വന്നേ. അല്ല മാഡം, ഇരുട്ടുന്നതിന് മുമ്പ് കാട് തുടങ്ങി, ഗാനമേളം തുടങ്ങി. ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല. എന്റെ പള്ളി. ഞാൻ ഈ ക്യാബിൻ്റെ കീ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് വരാം. രാത്രി ഈ വഴി പോകുന്ന ട്രക്കുകൾ അവിടെ നിർത്താറുണ്ടെന്നാണ് പറഞ്ഞത്, പള്ളിക്കടുത്ത്. ഗീവർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാൻ. യുവാൻ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് തരപ്പെടുമെന്ന്. താനേ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താന്നാ സിദ്ധുനോട് പറഞ്ഞു പഠിപ്പിച്ചേ? വാക്കും നോക്കുവല്ല പിന്നെ അവന്റെ കയ്യും മെയ്യും. കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിച്ചു നോക്ക്, വല്ലതും തരപ്പെടുമെന്ന്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാൻ സമ്മതിക്കൂലേ?
Obrigada. Obrigada. Okay. വാ വാ, വണ്ടി ഇപ്പൊ പോവും. ചേട്ടാ വെയിറ്റ്, 1 മിനിറ്റ്. ഇതെവിടേക്കാ? അതൊക്കെ പറയാം, വാ കേറ്. ഇതെവിടേക്കാ? എങ്ങോട്ടുള്ള വണ്ടിയാണെന്നറിയില്ല, പക്ഷെ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ചേട്ടാ ഗോ ഗോ ഗോ.